കേരളത്തെ ഒരു സമ്പൂർണ്ണ ഭിന്നശേഷി സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സാമൂഹ്യനീതി വകുപ്പ് അതിന്റെ പ്രവർത്തനങ്ങളും പദ്ധതികളും എല്ലാം ആവിഷ്കരിക്കുന്നത്. ബാരിയർ ഫ്രീ കേരള എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് കേവലം ഫിസിക്കൽ സ്ട്രക്ചേഴ്സിന്റെ, അതായത് പൊതു ഇടങ്ങൾ, പൊതു ഓഫീസുകൾ, വിദ്യാലയങ്ങൾ, ഘടനാപരമായിട്ടുള്ള സ്ട്രക്ചേഴ്സിന്റെ ഒരു ബാരിയർ ഫ്രീ ആക്കൽ മാത്രമല്ല വേണ്ടത്, മറിച്ച് ആറ്റിറ്റ്യൂഡിനൽ ആയിട്ടുള്ള ഒരു മാറ്റം, മനോഭാവങ്ങളിലെ മാറ്റം വളരെ അനിവാര്യമാണ്. അത്തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടും ഭിന്നശേഷി വിഭാഗങ്ങളോടുള്ള പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ പരിവർത്തനം വരുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്കും, എല്ലാവിധ കർമ്മ മേഖലകളിലേക്കും ആത്മവിശ്വാസത്തോടെ, സ്വയം പര്യാപ്തതയോടെ, സ്വച്ഛന്തമായി കടന്നു ചെല്ലാൻ നമ്മുടെ ഭിന്നശേഷി വിഭാഗക്കാർക്ക് സാധ്യമാകുന്ന ഒരു സമൂഹത്തെ മാത്രമേ നമുക്ക് ഒരു പരിഷ്കൃത സമൂഹം എന്ന് വിളിക്കാൻ കഴിയും. ഇന്ന് നമ്മുടെ എല്ലാ ആധുനിക സമൂഹങ്ങളിലും അത്തരത്തിൽ ഭിന്നശേഷി വിഭാഗത്തിന് ഒന്നാമത് പരിഗണന കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് എന്ന് നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. പല പാശ്ചാത്യ രാജ്യങ്ങളിലും പൊതു സംവിധാനങ്ങളിലൊക്കെ, ഗതാഗത സംവിധാനങ്ങളിലെല്ലാം ആദ്യം ഭിന്നശേഷിക്കാർ പ്രവേശിച്ചതിന് ശേഷമാണ് മറ്റുള്ളവർ പ്രവേശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അത്തരമൊരു സമീപനങ്ങളിലേക്ക് ഇനിയും മാറി വരുന്നതേ ഉള്ളൂ. നമ്മുടെ പൊതുഗതാഗത സംവിധാനങ്ങളൊക്കെ ഇനിയും ഭിന്നശേഷിക്കാർക്ക് പ്രാപ്യമാകേണ്ടതുണ്ട്. ഞാൻ അത്തരം വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നില്ല. നമ്മുടെ ഭിന്നശേഷി സഹോദരങ്ങൾക്ക് അവർക്ക് ലഭ്യമാകുന്ന എല്ലാ ആനുകൂല്യങ്ങളും അതുപോലെ സഹായ പദ്ധതികളും ഒക്കെ അവയിൽ ചെയ്യാൻ സഹായകരമായ ഒരു അനിവാര്യ മുന്നുപാധി എന്ന് വിളിക്കാൻ സാധിക്കുന്ന UDID കാർഡ് രജിസ്റ്റർ ചെയ്യുകയും ആ കാർഡ് അവരുടെ കയ്യിൽ ലഭ്യമാക്കുകയും ചെയ്യുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് ഇന്ന് ഈ കോടിനകത്തിരിക്കുന്നവർ ഏറ്റെടുക്കുന്നത്. അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം തന്നെയാണ്. വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യം കൂടിയാണത്. കാരണം ഈ ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനുള്ള അവസരം പോലും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട യാതനകൾക്കും വേദനകൾക്കും ഇടയിൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ എല്ലാവരുമല്ല, ഭിന്നശേഷിയിൽ തന്നെ 21 തരം ഭിന്നശേഷിത്വങ്ങളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അതിനും ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ട്. അതിൽ തീവ്ര ഭിന്നശേഷി അനുഭവിക്കുന്നവരും മെന്റലി ചാലഞ്ചഡ് ആയിട്ടുള്ള ബൗദ്ധിക വെല്ലുവിളികൾ അനുഭവിക്കുന്നവരും ഒക്കെയുള്ള ആളുകൾ 24% അച്ഛനമ്മമാരുടെ 24 മണിക്കൂറും അവരുടെ അച്ഛനമ്മമാരുടെ സമയം ആവശ്യപ്പെടുന്ന തരം കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ അവർക്ക് ഈ UDID കാർഡ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പോലുള്ള അവസരം ചിലപ്പോൾ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു വലിയ ചാലഞ്ചാണ് നമ്മൾ ഈ വിഷയത്തിൽ നേരിടുന്നത്. ഈ ചാലഞ്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ വർഷം 2022 ഏപ്രിൽ മാസത്തിൽ നമ്മൾ ഒരു ക്യാമ്പയിൻ, ഒരു ഇന്റൻസീവ് ക്യാമ്പയിൻ UDID കാർഡ് രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കുകയുണ്ടായി. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് ഏകദേശം പകുതിയിലേറെ ഭിന്നശേഷി സഹോദരങ്ങളെ രജിസ്റ്റർ ചെയ്യിക്കാൻ സാധിച്ചിട്ടുണ്ട്. 8 ലക്ഷം പേരാണ് 2015 സർവേ പ്രകാരം ഭിന്നശേഷിക്കാരായിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതിലിപ്പോ 4,70,000 പേരെ രജിസ്റ്റർ ചെയ്യിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ UDID കാർഡ് ഒരു സവിശേഷ തിരിച്ചറിയൽ കാർഡ് എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ ഒട്ടാകെ ഭിന്നശേഷി സമൂഹത്തിൽപ്പെട്ടവർക്ക് ലഭ്യമാക്കേണ്ടുന്ന ഒന്നാണ്. RPWD ആക്ടിന്റെ പരിധിയിൽ പെടുന്ന ഒരു അവകാശത്തിന്റെ മുദ്ര കൂടിയാണിത്. ഇതിനിപ്പോ നമ്മളിവിടെ നൽകിയിട്ടുള്ള ഒരു പേര് തന്മുദ്ര, നമുക്ക് പേറ്റന്റുള്ള വാക്കാണ്. ആ തന്മുദ്ര അവർക്ക് നൽകുന്നതോടുകൂടി നമ്മൾ അവരുടെ ശാക്തീകരണത്തിന്റെ ഒരു ഘട്ടം പ്രാപ്യമാക്കുന്നു എന്നുള്ളത് സുപ്രധാനമായ കാര്യമാണ്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ഇത് ഒരു അനിവാര്യതയായി മാറുന്നു എന്നുള്ളത് കൊണ്ട് നിർബന്ധമായും കാർഡ് രജിസ്റ്റർ ചെയ്യിപ്പിക്കുക, കാർഡ് അവർക്ക് ലഭ്യമാക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഭിന്നശേഷിത്വം എന്ന് പറയുന്നത് അച്ഛനമ്മമാരുടെയോ അല്ലെങ്കിൽ അത് ഉള്ള കുട്ടികളുടെയോ അതല്ലെങ്കിൽ കുടുംബത്തിന്റെയോ മാത്രം ഉത്തരവാദിത്തമല്ല, അത് സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണ്. ആ ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ട്
സമൂഹത്തിന്റെ ഇന്റർവെൻഷൻ കൂടി ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്ന നിലയിലാണ് നമ്മൾ ഇതിനകം നടത്തിയ ഇന്റൻസീവ് ക്യാമ്പയിനിൽ കുറെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനും മറ്റു തരത്തിലുള്ള പ്രചരണങ്ങളും ഒക്കെ നടത്തിയിരുന്നു. പക്ഷെ അത് തികഞ്ഞില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പൊ ഇതുവരെ ഈ ജനുവരി മാസം 4-ാം തീയതി വരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 4,74,495 പേരാണ്. അതിൽ കാർഡ് ലഭിച്ചിട്ടുള്ളത് 3,02,480 പേരാണ് കാർഡ് ലഭ്യമാക്കിയിട്ടുള്ളത്. കാർഡ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇവരെ ഈ മെഡിക്കൽ ബോർഡിന്റെ പരിശോധനയ്ക്ക് കൊണ്ടുവരികയും ആ പരിശോധനകളിലൂടെ കടന്നു പോകേണ്ടതൊക്കെ ആയിട്ടുണ്ട്. പല ഭിന്നശേഷിക്കാരെയും ഈ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് അവരുടെ അച്ഛനമ്മമാര് വളരെ പ്രയാസങ്ങൾ സഹിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ വന്ന് അവർ വെയിറ്റ് ചെയ്യേണ്ടതായി വന്നാൽ ഈ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമമായി തീരും. അപ്പൊ സഹജാവബോധപൂർവമുള്ള സമീപനം സംഘാടകർക്ക് ഉണ്ടാക്കുക എന്നുള്ളത് വലിയ അനിവാര്യതയാണ്. കഴിഞ്ഞ ദിവസം എന്റെ മണ്ഡലത്തിലെ UDID കാർഡിന്റെ ഒരു ക്യാമ്പ് നടത്തുകയുണ്ടായി. 400-ൽ പരം ഭിന്നശേഷിക്കാരാണ് ആ ക്യാമ്പിൽ പങ്കെടുത്തത്. അത്രയധികം പേര് വരുമെന്നുള്ള പ്രതീക്ഷ നമ്മുടെ KSSMന്റെ സുഹൃത്തുക്കൾക്ക് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അത്തരം വേളകളിൽ നമ്മളെ മുൻകൂട്ടി കണ്ട് അതിന് വേണ്ടുന്ന എല്ലാ പശ്ചാത്തല സൗകര്യവും ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നുള്ളത് സംശയരഹിതമായ കാര്യം. കാരണം വളരെയധികം പരിഗണന ആവശ്യമുള്ള, വളരെയധികം നമ്മുടെ ഇടപെടൽ ആവശ്യമുള്ള, സഹായം ആവശ്യമുള്ള ഒരു വിഭാഗമാണ് എത്തിപ്പെടുന്നത്. ഭിന്നശേഷി അവകാശങ്ങളുടെ അടിസ്ഥാന രേഖയായിട്ട് കണക്കാക്കപ്പെടുന്ന ഈ കാർഡ് അവരുടെ കൈകളിൽ എത്തിക്കുക എന്നുള്ളതിന് എല്ലാവരും അവർക്ക് സാമൂഹ്യമായ പിന്തുണ നൽകിയാൽ മാത്രമേ കഴിയൂ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ നടത്തുന്ന ക്യാമ്പയിനെ കുറിച്ച് ഇതിനകം വിശദീകരിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതാണ്. UDID കാർഡുകൾ രജിസ്റ്റർ ചെയ്യിച്ച് അത് കാർഡാക്കി അവരുടെ കയ്യിൽ എത്തിക്കുക എന്നുള്ള പ്രവർത്തനത്തിൽ സാമൂഹ്യ സുരക്ഷാ മിഷനാണ് ഇപ്പൊ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻകൈ എടുത്ത് മുന്നിൽ നിൽക്കുന്ന ഒരു സംവിധാനം. KSSMുമായിട്ട് കൈകോർത്ത് പിടിക്കാൻ തയ്യാറായി നമ്മുടെ കോളേജുകളിലെയും ഹയർ സെക്കൻഡറി തലത്തിലും സാമൂഹ്യ സേവന മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വളരെ ശ്ലാഘനീയമായ ട്രാക്ക് റെക്കോർഡുള്ള NSS കൈകോർത്ത് പിടിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. നേരത്തെ VCare പദ്ധതി, അതായത് ജീവൻ രക്ഷാ ഓപ്പറേഷനുകളും അങ്ങനെ ജീവൻ രക്ഷാ സന്ദർഭങ്ങളിലുള്ള മെഡിക്കൽ അസിസ്റ്റൻസിന് വേണ്ടി നാം നടത്തി വരുന്ന VCare എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി, ആ പദ്ധതിയിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം കൃത്യമായി വരാത്ത ഒരു സാഹചര്യത്തിൽ നമ്മള് ആകെ വളഞ്ഞു പോയ ഒരു സന്ദർഭത്തിൽ NSS വലിയ സഹായമാണ് അതിലേക്ക് നമ്മോടൊപ്പം നിന്നുകൊണ്ട് പ്രദർശിപ്പിച്ചത്. തുക എത്ര അവർ കളക്ട് ചെയ്തെന്നുള്ളതല്ല, ആ സന്ദർഭത്തിൽ VCareനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സഹായമായി മാറി NSSന്റെ ഇടപെടൽ. ആ പദ്ധതിയുടെ പ്രചാരണം വർദ്ധിക്കാനും അത് വളരെയധികം സഹായകരമായി. ഇപ്പൊ രണ്ടാമത് NSS തയ്യാറായി വന്നിട്ടുള്ളത് ഈ UDID കാർഡിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 33,000 അംഗനവാടികളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഈ അംഗനവാടികളിലെല്ലാം തന്നെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ വിശദാംശങ്ങളുള്ള റെക്കോർഡുകളുണ്ട്. ഈ റെക്കോർഡുകൾ സമാഹരിച്ചുകൊണ്ട് ഈ വിവരങ്ങൾ നമ്മൾ തയ്യാറാക്കുന്ന തന്മുദ്ര വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുക എന്നുള്ള പ്രവർത്തനം നമ്മുടെ NSSൽ അണിനിരക്കുന്ന വിദ്യാർത്ഥികൾ ഏറ്റെടുക്കും, അവരത് ചെയ്യും. അതോടൊപ്പം തന്നെ എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം, ആ കുടുംബങ്ങളെ സന്ദർശിച്ച് തന്നെ ഈ വിവരങ്ങൾ വിലയിരുത്താൻ നമ്മുടെ കുട്ടികൾക്ക് ഒരു അവസരം ലഭിച്ചാൽ ഈ വിഷയത്തിലേക്ക് അവർക്ക് കണ്ണു തുറക്കാൻ കഴിയും. പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഭിന്നശേഷിത്വത്തെ കുറിച്ചറിയാം, അതുണ്ടാക്കുന്ന പ്രയാസങ്ങളെ കുറിച്ചറിയാം. പക്ഷെ ഓരോ കുടുംബത്തിലും ചെല്ലുമ്പോഴാണ് വ്യത്യസ്തമായ രീതിയിലാണ് തനതായ പ്രോബ്ലംസ് അവര് അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അത് ആ തീക്ഷ്ണതയോടെ നമ്മുടെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നത് ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റി രൂപീകരിക്കാൻ സഹായകരമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് ഭാവിയിലെ പൗരന്മാരാണല്ലോ, നമ്മുടെ സമൂഹത്തെ എല്ലാ നിലയിലും നയിക്കേണ്ടുന്നവരാണ് വിദ്യാർത്ഥികളായിട്ടുള്ള ഈ കുട്ടികൾ. അപ്പൊ അവര് ഈ കുടുംബങ്ങളിൽ പോയി അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയാൽ കുറെ കൂടി
ഭിന്നശേഷിത്വത്തെ ഉൾക്കൊണ്ടു പോകാൻ കഴിയുന്ന ഒരു സമൂഹം നമുക്ക് നാളേക്കായി തയ്യാറാക്കാൻ കഴിയുമെന്നുള്ളത് കൂടിയാണ് അത്തരത്തിലൊരു സംയോജനത്തിന്റെ ആ ആശയത്തെ കുറിച്ച് ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചത്. അപ്പൊ NSS അതിന് തയ്യാറായി മുന്നോട്ട് വന്നു. അതിന് ഞാൻ NSSനെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ തന്മുദ്ര വെബ്സൈറ്റിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെയും വിശദാംശങ്ങൾ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ NSSന്റെ വിദ്യാർത്ഥികൾ നമ്മളെ സഹായിക്കും. ഇതിലൂടെ നമ്മൾ നടത്തുന്നത് ഒരു ഭിന്നശേഷി സർവേ കൂടിയാണ്. യഥാർത്ഥത്തിൽ നമുക്ക് ഒരു ഡാറ്റ ഷീറ്റ് തയ്യാറാക്കി കുട്ടികൾ നേരിട്ട് വീട്ടിൽ പോയിട്ട് അത് പരിശോധിച്ച് എഴുതട്ടെ എന്നുള്ളതായിരുന്നു എന്റെ ഒരു ആശയം ഉണ്ടായിരുന്നത്. അപ്പൊ കൃത്യമായി നമുക്ക് വിശദാംശങ്ങളോടെ തന്നെ ഓരോ കുടുംബത്തിന്റെയും ഡാറ്റ ലഭ്യമായാൽ നമുക്ക് ഓരോ കുടുംബത്തിനും എന്താ വേണ്ടത് എന്ന് അറിയാൻ കഴിയും. നിങ്ങളിപ്പോ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പല എസ്റ്റാബ്ലിഷ്മെന്റ്സിനെ കുറിച്ചും ഘടകവിരുദ്ധങ്ങളായിട്ടുള്ള ആശയങ്ങൾ പലരും പങ്കുവയ്ക്കുകയാണ്. അപ്പൊ നമ്മൾ അതിനെ ഏകപക്ഷീയമായിട്ട് കാണല്ല. പക്ഷെ എങ്കിൽ പോലും ആശങ്കാജനകമായ കുറെ ഇഷ്യൂസ് ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. ഒട്ടേറെ സ്ഥാപനങ്ങൾ ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ. അവ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാൻ കൂടി നമ്മുടെ ഈ ഗ്രൗണ്ട് ലെവൽ സർവേയുടെ ഭാഗമായിട്ട് സാധിക്കണം എന്നുള്ള ഒരാശയം കൂടി ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ UDID കാർഡ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന ക്യാമ്പയിൻ ഭിന്നശേഷി മേഖലയിലുള്ള വ്യക്തികളുടെ ഭിന്നശേഷി വ്യക്തിത്വങ്ങളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കാനും അവരുടെ എല്ലാ വിശദാംശങ്ങളും ലഭ്യമാക്കാനും കഴിയുന്ന ഒരു സർവേയുടെ ഫലം കൂടി ചെയ്യണം. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സ്ഥാപനങ്ങളിലും ഒട്ടേറെ മനുഷ്യർ ജീവിക്കുന്നുണ്ട്. ക്ഷേമ സ്ഥാപനങ്ങളുണ്ട് ഈ മേഖലയിൽ. അപ്പൊ അവരുടെയും പേര് UDID കാർഡിനായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യിക്കേണ്ടതുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഈ ഒരു പ്രക്രിയ പൂർത്തീകരിക്കുന്നതോടുകൂടി സമ്പൂർണമായിട്ടും കേരളത്തിലെ ഭിന്നശേഷി സഹോദരങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു സർവേ റിപ്പോർട്ട് തയ്യാറാക്കാൻ കൂടി കഴിയുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ ഈ യോജിച്ചുള്ള പ്രവർത്തനം. NSSഉം KSSഉം സോഷ്യൽ ജസ്റ്റിസ് വകുപ്പും കൂടി ചേർന്ന് നടത്തുന്ന ഈ ഉദ്യമം നാളേക്ക് ഭിന്നശേഷി സഹോദരങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യേണ്ട പദ്ധതികളെ കുറിച്ച് കൂടുതൽ വ്യക്തതയും കൃത്യതയും ഉണ്ടാക്കാൻ സഹായകരമായ ഒരു പ്രവർത്തനം കൂടിയായി തീരണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഒരു ചുരുക്കം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് ഓരോ ഭിന്നശേഷി വ്യക്തിയുടെയും പരിതസ്ഥിതിയെ കുറിച്ച് മനസ്സിലാക്കാനും അവർക്ക് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കാനും കഴിയുന്ന രൂപത്തിൽ കൂടി ഈ സർവേ കുറെ കൂടി വിപുലമായ വിധാനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം എന്നാണ് എന്റെ ഒരു ശുപാർശ. അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഭിന്നശേഷി സഹോദരങ്ങളുമായിട്ട് നിരന്തരം ഇടപെടാൻ ഉള്ള ഒരു മനസ്സ്, അതുപോലെ അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സഹജാവബോധം ഒക്കെ വളർത്താൻ കഴിയുന്ന വിധത്തിൽ കൂടി അവരെ കേവലം ഓഫീസിൽ ഇരുത്തി രജിസ്റ്റർ ചെയ്യിച്ചാൽ നടക്കില്ലേ. അപ്പൊ അതുകൊണ്ട് അവരെ ആ റിയലായ കോണ്ടെക്സ്റ്റിലേക്ക് എന്താണ് ഈ പരിതസ്ഥിതി എന്ന് മനസ്സിലാക്കാനുള്ള വിധത്തിലേക്ക് അവരെ പറഞ്ഞയക്കാൻ കൂടി നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ആഗ്രഹം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. NSSന് നേതൃത്വം കൊടുക്കുന്ന ഒഫീഷ്യൽസ് ആണ് അതിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. എന്തായാലും ഈ ജനുവരി മാസം 31-ാം തീയതിക്കുള്ളിൽ കേരളത്തിലെ മുഴുവൻ ഭിന്നശേഷിക്കാരുടെയും വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്നവർ നിർദ്ദേശിക്കുന്നത്. സാധിക്കുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ജനുവരി 31-ാം തീയതിക്കകം തന്നെ മുഴുവൻ ഭിന്നശേഷി സഹോദരങ്ങളുടെയും വിശദാംശങ്ങൾ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെട്ടാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് UDID കാർഡ് ലഭിക്കുന്നതിനുള്ള ക്യാമ്പുകൾ നടത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഇന്റൻസീവായ പ്രചരണം അതിൽ ഭാഗമാക്കാൻ എല്ലാവരും ഉണ്ടാകണം. NSSന്റെ എല്ലാ യൂണിറ്റുകളിലും ഈ സന്ദേശം എത്തിച്ച് അവരുടെയൊക്കെ ഫേസ്ബുക്കിലൂടെയും ഒക്കെയുള്ള പ്രചരണം നമുക്ക് നടത്താൻ പറ്റണം. ക്യാമ്പസുകളിൽ അത് പ്രചരിപ്പിക്കാൻ പറ്റണം. പൊതുസമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ പറ്റണം. ആളുകൾ കൂടി നിൽക്കുന്നിടത്ത് അനൗൺസ്മെന്റിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ സംസാരത്തിന്റെ രൂപത്തിലോ പ്രസംഗിച്ചുകൊണ്ടോ ഒക്കെ ഈ വിവരത്തെ കുറിച്ച് അറിയിക്കാൻ സാധിച്ചാൽ നല്ലതാണ്.
അത്തരം പ്രചരണങ്ങൾ ഇതിനെ നല്ല രീതിയിൽ നൽകിക്കൊണ്ട് ദിശാബോധത്തോടെ ഇതിനെ കൊണ്ടുപോകണം. മെക്കാനിക്കലായിട്ട് ഏറ്റെടുക്കേണ്ട ഒരു പ്രവർത്തനമല്ല ഇത്. അത് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഏതെല്ലാം തരത്തിലുള്ള ഭിന്നശേഷിത്വങ്ങളുണ്ട്, 21 ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നു. പക്ഷെ ആ 21 തന്നെ പലതുണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ ആ നിലയിലൊക്കെയുള്ള ഒരു പരിചയപ്പെടുത്തൽ കൂടിയായിട്ട് ഈ പ്രവർത്തനം മാറണം. ഈ ക്യാമ്പയിൻ പൂർത്തീകരിക്കുന്നതോടെ നമ്മുടെ കേരളത്തിലെ മുഴുവൻ ഭിന്നശേഷി സഹോദരങ്ങളുടെയും കയ്യിൽ UDID കാർഡ് എത്തിയിരിക്കണം. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴാണ് ആ പ്രശ്നങ്ങൾ അറിയാൻ പറ്റുക. പലപ്പോഴും ഈ ആധാർ കാർഡിന്റെ കാര്യത്തിലൊക്കെ കണ്ണിന്റെ ഫോട്ടോ എടുക്കാൻ പറ്റായ, അല്ലെങ്കിൽ കൈ വച്ചിട്ട് തമ്പ് ഇംപ്രഷൻ എടുക്കാൻ പറ്റാതിരിക്കുക, അതൊന്നും കുട്ടികൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. സ്വയം നിയന്ത്രിക്കാനോ കൈയോ കാലോ നിയന്ത്രിക്കാനോ ഒന്നും സാധിക്കാത്ത ഈ കുട്ടികളെ കൊണ്ട് ക്യാമ്പുകളിൽ അറ്റൻഡ് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് അവരുടെ അച്ഛനമ്മമാര് എത്രമാത്രം അനുഭവിക്കുന്നു എന്നുള്ളത് അത് കണ്ടിട്ട് നമുക്കറിയാം. അപ്പോ അത്തരം പ്രയാസങ്ങളൊന്നും ഉണ്ടാകാതെ പരമാവധി പ്രയാസങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് എല്ലാ നിലയിലും സുരക്ഷിതമായ ക്യാമ്പുകളായിട്ട് നമുക്ക് അത് മാറ്റാൻ പറ്റണം. ക്യാമ്പുകൾ കുറ്റമറ്റ രീതിയിൽ നടത്തണമെങ്കിൽ സാമൂഹ്യ സുരക്ഷാ മിഷനോ സാമൂഹ്യ നീതി വകുപ്പോ മാത്രം ശ്രമിച്ചാൽ പറ്റില്ല. ആരോഗ്യ വകുപ്പിന് അതിൽ വലിയ ഒരു പങ്കുണ്ട്. ആരോഗ്യ വകുപ്പ് ഇപ്പോൾ വളരെ നല്ല നിലയിലാണ് അതിനു വേണ്ടി ഇടപെടുന്നത്. DMO തലത്തിലാണ് കാർഡ് രജിസ്ട്രേഷൻ നടക്കുന്നത് എങ്കിലും സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ഭാഗമായിട്ട് അവിടെ ജീവനക്കാരെ അതിനായിട്ട് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ജീവനക്കാരുണ്ട് അവരുടെ കയ്യിൽ. അതുകൊണ്ട് അവർക്ക് അത് ദുഷ്കരമായി വരില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇനിയും പകുതി 4,70,000 നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നേരത്തെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് 1,33,754 പേരാണ്. 8 ലക്ഷത്തിൽ പരം ഭിന്നശേഷിക്കാരുണ്ട്. അപ്പൊ ഇനിയും 4 ലക്ഷത്തോളം ഭിന്നശേഷിക്കാരെ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുണ്ട്. അതിലേക്കായിട്ട് അതിന്റെ ഒരു മുന്നണി പോരാളികളായിട്ട് പങ്കെടുക്കുന്നവർക്കുള്ള ക്ലാസ്സാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു ദിശാബോധത്തോടെ ആശയ വ്യക്തതയോടെ ഇതൊരു പോരാട്ടം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത് രജിസ്റ്റർ ചെയ്യിപ്പിച്ചെടുക്കാന്നുള്ളത്. അപ്പോ നമ്മുടെ രാജ്യത്ത് മുഴുവൻ പേരെയും UDID കാർഡ് രജിസ്റ്റർ ചെയ്ത് നൽകുന്ന ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറണം. ആ വലിയ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി, അതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ദയനീയരായ, ഏറ്റവും യാതനകളും വേദനകളും അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടി ഈ ഒരു വലിയ ദൗത്യം ചുമലിൽ ഏറ്റെടുക്കാൻ തയ്യാറാകണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് അത് പൂർത്തീകരിച്ച് നമുക്ക് ഇന്ത്യക്ക് ആകെ മാതൃകയാകാൻ കഴിയണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായിട്ട്